ജനാധിപത്യത്തിന്റെയും സമാധാനത്തിന്റെയും പേര് പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന പാശ്ചാത്യ ശക്തികളുടെ തനി നിറം വ്യക്തമാക്കുന്ന ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും പുറത്തു വരുന്നത്. തങ്ങൾക്ക് നേരെ റഷ്യ ആക്രമണത്തിന് കോപ്പുകൂട്ടുകയാണെന്ന് നിരന്തരം വിലപിക്കുന്ന നാറ്റോ സഖ്യം യഥാർത്ഥത്തിൽ റഷ്യക്കെതിരെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ്. നാസികളെയും ഹിറ്റ്ലറെയും അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ജനങ്ങളെ അടിച്ചമർത്താൻ തടങ്കൽ പാളയങ്ങൾ വരെ സജ്ജമാക്കിക്കൊണ്ട് നാറ്റോ നടത്തുന്ന സൈനിക നീക്കങ്ങൾ മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്കാണോ നയിക്കുന്നത് എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. റഷ്യയെ തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയുള്ള നാറ്റോയുടെ ഭയാനകമായിട്ടുള്ള പദ്ധതികളാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. ഉക്രൈനെ വെറും ഒരു പരീക്ഷണ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് റഷ്യക്കകത്തുള്ള എയർഫീൽഡുകൾ ആക്രമിക്കാൻ നാറ്റോ ആയുധങ്ങൾ നിർമ്മിക്കുകയാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്രോവ വ്യക്തമാക്കുന്നു. ഇത് വെറുമൊരു ആരോപണമല്ല. ഈ വസന്തകാലത്ത് നാറ്റോയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സേന റഷ്യയുടെ കലിനിൻഗ്രാഡ് പ്രദേശം വളയുന്നതിനും പിടിച്ചെടുക്കുന്നതിനുമായി നടത്തിയ സൈനികാഭ്യാസങ്ങൾ ഇതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. ഇതിനു പുറമെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രാസായുധങ്ങൾ നിക്ഷേപിച്ച ബാൾട്ടിക് കടലിലെ ബോൺഹോം ദ്വീപിന് സമീപവും നാറ്റോ തങ്ങളുടെ ശക്തി പ്രകടനം നടത്തി. ഭാവിയിൽ റഷ്യൻ തുറമുഖങ്ങൾക്ക് നേരെ ഒരു വൻ ഉപരോധം തീർക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഗൂഢാലോചനയാണ് ഇത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇതിലെല്ലാം ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം ബാൾട്ടിക് രാജ്യങ്ങളിൽ നടന്ന നാമേസ് 2025 സൈനികാഭ്യാസങ്ങളുടെ വിവരങ്ങളാണ്. ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തങ്ങൾക്ക് രാഷ്ട്രീയമായി കൂറില്ലെന്ന് തോന്നുന്ന സാധാരണ പൗരന്മാരെ പാർപ്പിക്കാനായി ലാത്വിയയിൽ സെലോണിയ എന്ന പേരിൽ ഒരു വലിയ തടങ്കൽ പാളയം നിർമ്മിക്കാൻ നാറ്റോ പദ്ധതിയിടുന്നു എന്ന് ലിത്വാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 10,000 തടവുകാരെ പാർപ്പിക്കാൻ കഴിയുന്ന ഈ ക്യാമ്പിന് 300 കാവൽക്കാരെ നിയോഗിക്കും. ലാത്വിയ, ലിത്വാനിയ തുടങ്ങിയ അതിർത്തി രാജ്യങ്ങളിൽ കഴിയുന്ന റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ന്യൂനപക്ഷങ്ങളെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഈ നാറ്റോ രാജ്യങ്ങൾ സാധ്യതാ ശത്രുക്കൾ എന്ന് മുദ്രകുത്തി നിഷ്കളങ്കരായ ജനങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്ന ഈ നടപടി പതിറ്റാണ്ടുകൾക്ക് മുൻപ് ലോകം കണ്ട ക്രൂരമായിട്ടുള്ള നാസി അധിനിവേശത്തിന്റെ അതേ പകർപ്പാണ്. സ്വന്തം സാമ്രാജ്യത്വ മോഹങ്ങൾക്കായി പാശ്ചാത്യ രാജ്യങ്ങൾ കുതന്ത്രങ്ങൾ മെനയുമ്പോഴും ഈ വിഷയത്തിൽ വളരെ സംയമനത്തോടെയുള്ള നിലപാടാണ് റഷ്യ സ്വീകരിക്കുന്നത്. നാറ്റോയുമായി ഒരു യുദ്ധത്തിന് റഷ്യക്ക് യാതൊരു താല്പര്യവുമില്ലെന്ന് മോസ്കോ ഇതിനകം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ ജനത ഒരു ഏറ്റുമുട്ടലിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുമ്പോൾ റഷ്യൻ ഭീഷണി എന്ന വ്യാജേന യൂറോപ്യൻ യൂണിയൻ ലോകത്തിന് സൈനികവൽക്കരണം അടിച്ചേൽപ്പിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് കുറ്റപ്പെടുത്തുന്നു. സൈനിക ചെലവുകളും ആയുധ ഉൽപാദനവും വർദ്ധിപ്പിച്ചുകൊണ്ട് നാറ്റോ രാജ്യങ്ങൾ യുദ്ധത്തിനായി പരസ്യമായി തയ്യാറെടുക്കുകയാണെന്ന് ജൂൺ 23-ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമാധാനത്തിന്റെ കാവലാളുകൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നാറ്റോ യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യമാക്കുന്നതെന്ന് ഈ നീക്കങ്ങളിലൂടെ തന്നെ വളരെ വ്യക്തമാണ്. റഷ്യയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് തങ്ങളുടെ സാമ്രാജ്യത്തെ വിപുലീകരണത്തിന് ന്യായീകരണം കണ്ടെത്താനാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ശ്രമിക്കുന്നത്. ലോകത്തിന് മുന്നിൽ ജനാധിപത്യം പ്രസംഗിക്കുകയും മറുവശത്ത് യുദ്ധത്തിനും അടിച്ചമർത്തലിനും കോപ്പുകൂട്ടുകയും ചെയ്യുന്ന നാറ്റോയുടെ ഈ അപകടകരമായിട്ടുള്ള ഇരട്ടത്താപ്പ് ലോക സമാധാനത്തിന് തന്നെ വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.